നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിന് ശേഷം കുറ്റക്കാരിൽ ഒരാളായ മാർട്ടിനെ വീഡിയോ പുറത്തു വന്നത് വലിയൊരു വിവാദമായിട്ടുണ്ടായിരുന്നു. അതിജീവിയുടെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുകയായിരുന്നു മാർട്ടിൻ. പോലീസ് സംഭവത്തിൽ നടപടിയെടുത്തു. ദിലീപിനെ കേസിൽ കുടുക്കുകയാണെന്ന് വാദിച്ച് പലരും വിരൽ ചൂണ്ടിയത് നടൻ ലാലിനും ലാലിന്റെ മകൻ സംവിധായകൻ ജീൻ പോൾ ലാലിനും നേരെയാണ്. ലാലിന്റെ പ്രൊഡക്ഷൻ ഹൗസായ വണ്ടിയിൽ വെച്ചായിരുന്നു ആക്രമണം നടത്തിയത്. ആ സിനിമയുടെ സംവിധായകൻ ജീൻ പോൾ ലാലുമാണ്. എന്നാൽ ജീൻ പോളിനെ ചോദ്യം ചെയ്തില്ല എന്നാണ് ദിലീപിനെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്ന വാദം. ഇപ്പോഴാ ഇതിനെക്കുറിച്ച് അതിജീവിയുടെ അഭിഭാഷകയായ ടിബി മിനി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. സമകാലികം മലയാളത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ. ലാലിന്റെ സ്റ്റുഡിയോയുടെ പങ്കാളി ആരാണെന്ന് അറിയാമോ? പൾസർ സുനിയും മാർട്ടിനും. ലാൽ കൃഷ്ണേഷിന്റെ ഡ്രൈവർ മാത്രമായിരുന്നില്ല, അതല്ലേ നിങ്ങൾക്ക് അറിയുന്നത്? അതിലെ പാർട്ട്ണർ ആരാണെന്ന് അറിയാമോ? ദിലീപാണ്. അപ്പോൾ അവരെ അപ്പോയിന്റ് ചെയ്തത് ആരായിരിക്കും? ഇതൊന്നും കോടതിക്ക് വിഷയമല്ല, അന്വേഷിച്ചിട്ടുമില്ല. ഇപ്പോൾ ഇവരുണ്ടാക്കിയ കഥ ലാലിന്റെ മകനെ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെയൊരു കേസ് നൽകിയിട്ടില്ല, അങ്ങനെയൊരു കേസ് നടന്നിട്ടില്ല. കേസിൽ സുനിയുടെ കൺഫഷൻ ഉണ്ട്. കൺഫഷൻ തെളിവായി എടുക്കാനും പറ്റില്ല. വേണമെങ്കിൽ കോടതിക്ക് നൽകാം. ആ കൺഫഷൻ കേട്ടാൽ ആർക്കും അറിയാൻ പറ്റും. ദിലീപിന്റെ കൺഫഷനും അതിലുമുണ്ട്. അതും കേട്ടാൽ കോടതിക്ക് മനസ്സിലാകും ആരാണ് ഇത് ചെയ്തത് എന്ന്. മുകളിലെ കോടതി അത് ചെയ്യും. ദിലീപിന് കേസിൽ പങ്കുണ്ടെന്ന് താൻ ഇപ്പോഴും പറയുമെന്ന് അഭിഭാഷിക വ്യക്തമാക്കി. ഈ കേസിൽ അറസ്റ്റ് ചെയ്തത് ഞാനാണ്. ഈ കേസിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഈ കേസ് പോയത്. പക്ഷേ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു സാറിനോട് എൻ്റെ അഭിപ്രായങ്ങളും സംശയങ്ങളും പറയാൻ. രാത്രി 2 മണിക്കാണ് ഞാൻ വീട്ടിലെത്തുക. എന്നെ പോലീസുകാരാണ് വീട്ടിലേക്ക് തിരുത്തുന്നത്. ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് പൾസർ സിനിമയുടെ കയ്യിലുണ്ടെന്ന് അന്നവന് എത്രയോ കോപ്പി ചെയ്യെടുക്കാൻ പറ്റും, എത്രയോ ആളുകൾക്ക് വിൽക്കാൻ പറ്റും. ഈ കേസിൽ ഗൗരവം അതാണ്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറ്റുമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കണം. ഓപ്പൺ ചെയ്യാതെ കോപ്പി ചെയ്താൽ ഹാഷ് വാല്യൂ മാറില്ല. കോപ്പി ചെയ്യാതെ തുറക്കാൻ ശ്രമിച്ചാൽ ഹാഷ് വാല്യൂ മാറും. ഇത് 10,000-കണക്കിന് ആളുകൾക്ക് കോപ്പി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കോടതിക്ക് എന്താണ് ഉത്തരം? ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിനോട് തനിക്കുള്ള ഏക അഭിപ്രായന്റെ വ്യത്യാസം അതാണെന്നും അഡ്വക്കേറ്റ് ടി.ബി. മിനി പറയുന്നു. പൾസർ സിനിമയുടെ കയ്യിൽ ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കണമെന്നുള്ള നിർദ്ദേശം ജഡ്ജിനെങ്കിലും മിനി ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ കേസിൽ വിധി വന്നതിനെ തുടർന്ന് വലിയ രൂപത്തിലുള്ള വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പുറത്തും നൽകുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.